ഇന്ന് നമ്മുടെ ലെഗ് ഡേ ആണ്. അപ്പം കാലിനെ പറ്റി എടുത്തു പറയാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ 3/4 പോലത്തെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാലിന് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് പോലും പറയത്തില്ല. അതിനൊരു സ്പെഷ്യൽ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡിയിൽ ലോവർ ബോഡിക്ക് നീളം കൂടുതലാണ്, അഥവാ ലോങ് ഫീമർ എന്ന് പറയും. ഇങ്ങനെയുള്ളവർക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഉള്ള പോലെ കാലിൻ്റെ സൈഡിൽ നിന്ന് ബൾക്കി ആയിട്ടുള്ള മസിൽസ് അല്ല, പകരം നീളത്തിൽ സ്ട്രയേഷൻസും എന്നാൽ ഷേപ്പും കൂടുതലുള്ള കൂട്ട് മസിൽസ് ആയിരിക്കും. മേളിലോട്ട് പോകുന്തോറും മസിൽസിന് സൈസ് കൂടുതലും താഴോട്ട് സൈസ് കുറവും ഇങ്ങനെ ആയിരിക്കും വരുന്നത്. എങ്കിലും എനിക്ക് കാഫിൽ ഇനിയും വർക്ക് ചെയ്യാനുണ്ട്. ഐ ആം സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വർക്കൗട്ട് ആപ്സിന് വേണ്ടിയുള്ളത് പുള്ളി നീൻസ് ആണ് ചെയ്തു തുടങ്ങിയത്. അത് 4 സെറ്റ്. മാക്സിമം ഞാൻ വാച്ചിൽ തന്നെ സ്റ്റോപ്പ് വാച്ചാണ് യൂസ് ചെയ്യുന്നത്, ഫോണിൽ നോക്കി ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് ലൈങ് ലെഗ് റൈസസ് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഹാഫ് ക്രഞ്ചസ് ഉണ്ട്. ഇത് രണ്ടും നമ്മൾ ഈച്ച് 4 സെറ്റ്സ് ഓഫ് 50 ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഈ ചെയ്തേക്കുന്ന ട്വിസ്റ്റുകളുണ്ട്. ഈ ട്വിസ്റ്റ് ചെയ്യുമ്പം പല ആംഗിളിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അബ്ഡക്റ്റേഴ്സും അഡക്റ്റേഴ്സും അതിൻ്റെ 2 സെറ്റ് വെച്ച് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സിംഗിൾ ലെഗ് എക്സ്റ്റൻഷൻ, അത് മാക്സിമം നമ്മുടെ ക്വാഡ്സിൻ്റെ ഡെഫിനിഷൻ പുറത്തു വരുന്ന രീതിയിലാണ് നമ്മൾ പയ്യെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 2 കാലും വെച്ച് ഹെവി ചെയ്തു. അത് കഴിയുമ്പോഴത്തേക്കും ലെഗ് പ്രസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലൈയിങ് ലെഗുകൾ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്തു. ഒത്തിരി വെയ്റ്റ്സിലല്ല, മാക്സിമം ഹാംസ്ട്രിങ്ങിൽ തന്നെ സ്ട്രെച്ച് കിട്ടുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ബാക്കി പിടിക്കാതെ നോക്കണം. പിന്നെ ഫ്രണ്ട് സ്ക്വാട്ടാണ് ചെയ്തത്. അതും ഒത്തിരി വെയിറ്റിൻ്റെ അല്ല, മാക്സിമം ക്വാഡ്സിൽ ടെൻഷൻ കിട്ടുന്ന രീതിയിൽ. ലാസ്റ്റ് കാഫിന് വേണ്ടി ഒരു വർക്കൗട്ടിൽ നമ്മൾ 5 സെറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ പമ്പായെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം നമ്മൾ പോസിങ് ചെയ്തു അവിടുത്തെ ലൈറ്റിങ്ങിൽ. പിന്നെ ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന ഈ ക്യാമറയിൽ വൈഡ് ആംഗിൾ ലെൻസിൽ മിക്കതും തന്നെ ഒരു ചെറുതായിട്ടുള്ളൊരു ഫീൽഡാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഞാൻ ട്രൈപോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് താഴെയാണ് വെച്ചേക്കുന്നത്. അപ്പം താഴെ നിന്നുള്ള വ്യൂ എല്ലാം ചെറുതും മേളിലോട്ടുള്ളതെല്ലാം ഭയങ്കര സൈസ് കൂടുതലും അങ്ങനത്തെ ഒരു ഇലൂഷൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ട് എൻ്റെ പെർഫെക്റ്റ് ക്യാമറയിൽ, അതായത് ഫുൾ ഫ്രെയിം ഒരു ക്യാമറയ്ക്കകത്ത് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മുടെ സ്ട്രെയിറ്റ് ഐയിൽ കാണുന്ന പോലെ തന്നെ ആയിരിക്കും കാണുന്നത്. പോസ്റ്റ് വർക്കൗട്ട് ഷേക്ക് എന്ന് പറയുന്നത് ഗ്ലൂട്ടമിൻ, ക്രിയാറ്റിൻ, ബനാന, റോസൺ മാംഗോ, അതിൻ്റെ കൂട്ടത്തിൽ അതിനകത്ത് കുറച്ച് എഗ് വൈറ്റ്. ഇതാണ് എൻ്റെ പോസ്റ്റ് വർക്കൗട്ട് ഷേക്ക് എന്ന് പറയുന്നത്. തിരിച്ചു വന്നു കഴിഞ്ഞ് നമ്മുടെ മെയിൻ ക്യാമറ വെച്ച് നമ്മൾ വീണ്ടും പോസ് ചെയ്തു. അപ്പം ഏറെക്കുറെ കറക്റ്റായിട്ട് ഏത് സൈസിലാണ് നിൽക്കുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് വ്യക്തമാകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ക്യാമറയിലും കൂടെ ഷൂട്ട് ചെയ്ത് നോക്കിയത്. ബോഡി നല്ല രീതിയിൽ സെറ്റായി വരുന്നുണ്ട്. ലാസ്റ്റ് ഈ ഒരു മീലും കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങി.